നടി ഉഷ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഉഷ, ശരിക്കും എന്താണ് ഈ പ്രശ്നം, ഈ മെമ്മറി കാർഡ് വിവാദം? അതിപ്പോൾ ഈ പൊതു സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ പൊന്നമ്മ ബാബു അതിനെക്കുറിച്ച് പറയുന്നു, താങ്കൾ പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ആരാണ് ഇവിടെ തെറ്റുകാരിയായിട്ടുള്ളത്? അതായത് നമ്മുടെ മീറ്റു ഒക്കെ വളരെ സജീവമായിട്ട് നിന്ന സമയത്ത് WCC രൂപം കൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി നിലവിൽ വന്ന സമയമാണ്. ആ സമയത്താണ് കുക്കു പരമേശ്വരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, അമ്മയുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് WCC കരയണ്ട, നമ്മുടെ അമ്മയിലെ സ്ത്രീകൾക്ക് വേണ്ടി നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിന് വേണ്ടി നമുക്കൊന്ന് കൂട്ടായി ചർച്ച ചെയ്യാം. ഹോളിഡേ ഇൻ ഹോട്ടലിൽ ഒരു ആഫ്റ്റർനൂൺ എത്തണം എന്ന് പറഞ്ഞു. ആ ദിവസം എനിക്ക് ഓർമ്മയില്ല, ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോ ശരി, ഇപ്പൊ നല്ല കാര്യമല്ലേ, അത് വേണം എന്ന് പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് എനിക്ക് പെട്ടെന്ന് കുക്കു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ല. അതെനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞാൻ ഉടനെ എറണാകുളത്തുള്ള ആക്ട്രസ് സീനത്തിനെ വിളിച്ചു. സീനത്ത് ഇങ്ങനെ കുക്കു വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചിരുന്നു, പക്ഷെ കുക്കു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ലാത്തൊരാളാണ്, അപ്പൊ പിന്നെ കുക്കു എങ്ങനെ വിളിക്കും നമ്മളെ? അത് സീനത്താണ് എന്നോട് ആ സംശയം പറഞ്ഞത്. അപ്പൊ ഞാൻ നേരെ ശരിയാണല്ലോ, അപ്പൊ ഞാൻ ബാബുവിനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇടവേള ബാബുവിനെ വിളിച്ചു. ബാബു ഇങ്ങനെ കുക്കു വിളിച്ചിട്ടുണ്ടായിരുന്നു, അതെന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചപ്പോ ഞങ്ങൾ തന്നെ കുക്കു ഇങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമല്ലല്ലോ, അപ്പൊ പിന്നെ അതാണ് ബാബുവിനെ വിളിച്ചത്. അപ്പൊ ബാബു ജനറൽ സെക്രട്ടറി ആണ്. അപ്പൊ പറഞ്ഞില്ലല്ലോ, അമ്മ ഏർപ്പെടുത്തിയതാണ്, കുക്കുവിന് അതെല്ലാരെയും വിളിക്കാൻ ഏർപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് ബാബുവിന്റെ കയ്യിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ചെല്ലുമ്പോ പറഞ്ഞു സീനത്തുണ്ട്, പൊന്നമ്മ ബാബു ഉണ്ട്, പിന്നെ മഞ്ജു പിള്ള, ഞാൻ അതിനകത്ത് പറഞ്ഞ കുറച്ച് ആൾക്കാരെല്ലാവരും ഉണ്ട്. ഒരു 15 താഴെ ഉള്ളൂ, 12-13 പേരേ ഉള്ളൂ. ലളിത ചേച്ചിയും ഉണ്ട്. അത് ലാസ്റ്റ് ആണ് കേട്ടോ വന്നത്, ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പാണ് വന്നത്. അത് നമ്മുടെ ഫോണെല്ലാം വാങ്ങി അവിടെ മാറ്റിവെച്ചു. എല്ലാവരും ഇങ്ങനെ വട്ടം ചുറ്റിയിരുന്നു. ഫോണൊക്കെ മാറ്റിവെച്ചു. ആരും ഫോണൊന്നും റെക്കോർഡ് ചെയ്യണ്ട, അങ്ങനെ വേണ്ട, ഓഡിയോ പോലും റെക്കോർഡ് ചെയ്യണ്ട, മാറ്റിവെച്ചു. പറയൂ നിങ്ങളുടെ വിഷയങ്ങൾ പറയൂ, ചർച്ച ചെയ്യൂ, നമുക്ക് ചർച്ച ചെയ്യാം, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2 ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ പ്രിയങ്ക ആരോ എന്നോട് പറഞ്ഞതേ, ഇത് നമ്മുടെ ഫോൺ വരെ വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ അവിടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതെന്താ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഉറക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല അത് ആവശ്യമാണ്, നമ്മൾക്കിത് അധികാരികൾക്ക്, ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പരാതികൾ അത് അറിയണമല്ലോ. ഒക്കെ തന്നെയാ പറയുന്നത്, അതൊക്കെ അറിയണ്ടേ, നിങ്ങൾ എല്ലാവരും പറയൂ, അറിയണ്ടേ, ഇതൊക്കെ അറിയിക്കേണ്ട സ്ഥലത്ത് അത് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ എത്തിക്കും എന്ന് പറയുന്നു. അപ്പൊ പലരും പറയുന്നുണ്ട്, ചിലര് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പറയാൻ മടിച്ചു ഉള്ളത്, അങ്ങനെയും ഉണ്ട്. കുറച്ചുപേര് മടിക്കുന്നുണ്ട് പറയാൻ, ചിലര് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലളിത ചേച്ചി വേഗം തന്നെ വടക്കഞ്ചേരിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ചേച്ചിയെ കൊണ്ട് മഞ്ജു പിള്ളയും പൊന്നമ്മ ബാബു ഒക്കെ താഴോട്ട് ഇറങ്ങി. ഞാനും സീനത്തും ലെസി ജോസും കൂടെ താഴോട്ട് വന്നപ്പോ ബാബു വന്നു, അവിടെ ഇടവേള ബാബു വന്നു. അപ്പോഴാണ് ബാബു മേളിൽ എന്തോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇടവേള ബാബുവും കുക്കു അവിടെ നിൽക്കുന്നു. ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോ ഈ ക്യാമറാമാൻമാരും വന്നു. ക്യാമറാമാൻമാര് പുറത്തോട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അവരുടെ മുന്നിൽ വെച്ച് വേണോ ഇത് പറയാമെന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക ചോദിച്ചു. പറഞ്ഞു ഇല്ല, അവര് ഓൺ ചെയ്ത് വെച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവര് പോയി. പിന്നെ അവരും വന്നു. ഈ മെമ്മറി കാർഡ് ഇത് ഭദ്രമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടാവും, നിങ്ങൾ സേഫ് ആയിരിക്കും, അതൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ താഴെ വന്ന് ഇടവേള ബാബുവിന്റെ കയ്യിൽ കൊടുത്തോ മെമ്മറി കാർഡ്? അങ്ങനെയാണോ എന്നാണ് കുക്കു ഞങ്ങളോട് ഇടവേള ബാബുവിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, എന്റെ കയ്യിലും ഇടവേള ബാബുവിന്റെ കയ്യിലും അത് സേഫ് ആയിട്ടുണ്ടെന്ന് പിന്നീട് പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു അധികാരികളുടെ കയ്യിലോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ അപ്പോ തന്നെ പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങളപ്പോ ഇത് എന്താണ് ഇന്റേണൽ കമ്മിറ്റി, അതായത് ഒരു കംപ്ലൈന്റ് സെല്ല് രൂപീകരിച്ചു എന്ന് ഒരു പുറത്തുനിന്ന് നിങ്ങളൊക്കെ കൂടെ കൂടിയാലോചിച്ച ഒരു കംപ്ലൈന്റ് സെല്ല് ലളിത ചേച്ചിയുടെ നേതൃത്വത്തിൽ മഞ്ജു പിള്ള,
പൊന്നമ്മ ബാബു ഇവരൊക്കെ വന്നൊരു കംപ്ലൈന്റ് സെല്ല് ഉണ്ടാക്കിയോ എന്ന് ലിസി ജോസിന്റെ മകള് വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കുമ്പോഴാണ്, ഞങ്ങൾ റിസപ്ഷനിൽ ഇത് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് നമുക്ക് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കംപ്ലൈന്റ് സെല്ലിനെ കുറിച്ചൊന്നും ഒരു ചർച്ച അവിടെ ഉണ്ടായില്ല, അങ്ങനെ ഒന്നും ഇല്ലല്ലോ, ഇനി വലിയതായിട്ട് എല്ലാവരെയും കൂടെ കൂട്ടി നമുക്ക് വീണ്ടും ഒരു ചർച്ച വെക്കാമെന്നും പറഞ്ഞാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അങ്ങനെയൊന്നും കംപ്ലൈന്റ്. അപ്പൊ ഉടനെ തന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ജഗദീഷ് ചേട്ടനെ ഇൻഫോം ചെയ്തു. ജഗദീഷ് ചേട്ടാ ഇതെന്താണ് പിന്നെ ഇങ്ങനെ ഒരു ചർച്ച, പിന്നെ ഞങ്ങളുടെ അടുത്ത് കംപ്ലൈന്റ് സെല്ലെന്നൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു, ഞങ്ങളുടെ അടുത്ത് പരാതി ഉണ്ടെങ്കിൽ പറയണോന്നൊക്കെ പറഞ്ഞു. എല്ലാവരും കുറച്ച് പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ, പലരും ഒതുക്കി വെച്ചു അപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നോണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞില്ല നമുക്കറിയത്തില്ല, പിന്നെ ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല, നിങ്ങളിപ്പോ മീഡിയയുടെ മുമ്പിലൊന്നും പോകരുത്, നിങ്ങൾ ലാലില്ല സ്ഥലത്ത്, ലാൽ അന്ന് തന്നെ ലാലേട്ടൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞ് പുറത്തേതോ രാജ്യത്ത് പോയിരിക്കുക, ലാല് അവിടെ എത്തട്ടെ, ലാലിനെ ഞാൻ ഇൻഫോം ചെയ്യാം, ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു ജഗദീഷ് ചേട്ടൻ. പിറ്റേ ദിവസം ജഗദീഷ് ചേട്ടനെ കോൺടാക്ട് ചെയ്തപ്പോൾ ജഗദീഷ് ചേട്ടൻ പറഞ്ഞു, ലാൽ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, ഇത് ഇങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും, നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതങ്ങനെ ഇരിക്കുവോ? പലപ്പോഴും നമ്മൾ ഇതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, കുക്കുവിനോട് ചോദിച്ചിട്ടുണ്ട്, ബാബുവിനോട് സേഫ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും അവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സേഫായിട്ട് വെക്കുക. അത് കഴിഞ്ഞ് ആ കമ്മിറ്റി നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അന്നത്തെ ഇവര് TV-യിൽ എഴുതി കാണിച്ച് നമ്മുടെ അറിയാത്ത ഒരു കമ്മിറ്റി, ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, നമ്മളത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെ അങ്ങ് പോയി, ആ കമ്മിറ്റി ഒന്നും വർക്കൗട്ട് ആയില്ല. അതിനുശേഷം ഒരു പിന്നെ ഐ സി ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ എക്സിക്യൂട്ടീവ്. ഇപ്പോൾ നിങ്ങൾ അതിൽ എന്താണ് സംശയിക്കുന്നത്? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ വിഷയം വീണ്ടും ഉയർന്നത് എങ്ങനെയാണ്? അല്ലല്ല, തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളെയും ആഡ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മയിലെ പെൺമക്കളല്ലേ? ഞങ്ങളിത് ചർച്ച ചെയ്തതാ, ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തു, ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ ചർച്ച ചെയ്തപ്പോ കൊക്കോ പരമേശ്വരനും ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ട്. ഒരക്ഷരം പോലും മിണ്ടാതെ പുള്ളിക്കാരി അവധിന്ന് വേറെ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ചെറിയ മാറ്റർ ഉണ്ടാക്കി അതിൽ കുറച്ചു പേരൊക്കെ ലെഫ്റ്റായി പോവുക ചെയ്തത്. ഞങ്ങൾ ചർച്ചയ്ക്കൊക്കെ എടുക്കുന്നുണ്ട്, ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്നുണ്ട് ഒക്കെ. അപ്പൊ നിങ്ങൾ ഇതിൽ എന്താ സംശയിക്കുന്നത് എന്താണ് ഉഷ? ഈ കുക്കു പരമേശ്വരനും ഇടവേള ബാബു ഇത് എന്ത് ചെയ്യുമെന്നാണ്? ഇതിനകത്ത് ഇപ്പോ പിന്നെ ആരാണെന്ന് എനിക്കറിയില്ല. ഞാനിതിപ്പോ പറയാൻ കാരണം എന്ന് പറയുന്നത്, ഒരാള് ഇതിനകത്ത് സ്ഥാനാർത്ഥിയാകാൻ നിന്നപ്പോഴത്തേക്ക് അയാളെ വിളിച്ചിട്ട് പിന്നെ കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി ആവരുത് കേട്ടോ, മറ്റേ സംഭവം പൊക്കിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് ഈ കൂട്ടായ്മയുടെ അന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത ഒരു ആളോട് കുക്കു വിളിച്ചു പറഞ്ഞു അല്ലേ? കൂട്ടായ്മയിൽ പങ്കെടുത്ത ആളോടല്ല, വേറെ ഒരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞു, നിങ്ങൾ മത്സരിക്കരുത്. മനസ്സിലായി. അതായത് ആ ആർട്ടിസ്റ്റിനെതിരെ ഈ കൂട്ടായ്മയിലുള്ള വനിതകൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ആളെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആലോചിക്കുന്നു, ഇത്രയും കാലം ഇവരിത് മൂടി വെച്ചിരിക്കുന്നത് ആരെയൊക്കെ ഇതിനകത്ത് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടാവാം, ആരെടുത്തൊക്കെ ഇത് ഒളിച്ചു വെച്ചത് പലർക്കും വേണ്ടിയിട്ടല്ലേ, ഇതിപ്പോ പിന്നെ അധികാരികൾക്ക് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊടുക്കാതിരുന്നത് അതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, ഇത് അവരിങ്ങനെ ഓരോരുത്തരെയും ഇത് കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശം. അതായത് ആർക്കൊക്കെ എതിരെയാണോ പരാതി വന്നത് അവരെ ഭീഷണിപ്പെടുത്തുമെന്നുള്ള ആശങ്കയുണ്ട്. ഒപ്പം ആരൊക്കെയാണോ ഇങ്ങനെ പരാതി പറഞ്ഞത് അവരോടും നിങ്ങൾ ഇങ്ങനെയൊക്കെ പരാതി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും ഭീഷണി. രണ്ടുപേരെയും, രണ്ട് പക്ഷത്തുള്ളവരെയും അല്ലേ, വനിതകളെയും അതുപോലെ തന്നെ ആർക്കൊക്കെ എതിരെയാണോ ഈ വനിതകൾ പരാതി പറഞ്ഞത് അവരെയും രണ്ടുപേരെയും ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്നാണ്. അന്നുണ്ടായിരുന്ന പൊന്നമ്മ, അത് മാത്രമല്ല ഇന്നലെ അമ്മ രണ്ടാമതൊരു പിന്നെ IC ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ കുക്കു പരമേശ്വരനും മാലാ പാർവതിയും ശ്വേതാ മേനോനുമാണ് IC-യിൽ ഉണ്ടായിരുന്നത്. ആ IC-യിൽ അവരുണ്ടായിരുന്ന കാലയളവിലൊന്നും, അതിനു മുമ്പാണ് ഈ മെമ്മറി പിന്നെ ഇവരിത് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഇതൊന്നും ഈ IC-യിൽ വന്നിട്ടില്ല, ചർച്ചയ്ക്ക് വന്നിട്ടില്ല, ഇവരന്വേഷിച്ചിട്ടില്ല. അതിലുണ്ട് ആ IC-യിൽ ഉണ്ടായിരുന്ന മാലാ പാർവതി ഇന്നലെ മാലയുടെ ഒരു പിന്നെ വീഡിയോ ഞാൻ കണ്ടു. അവർക്ക് ഇതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇത്രയും സ്ത്രീകള് ഇങ്ങനെ പറയുമ്പോൾ അത് എങ്ങനെയാണ് അവർക്കൊരു അത് കോമഡി ആയിട്ട് തോന്നുന്നതാണ് അവർ ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടത്. എങ്ങനെയാണ് അതങ്ങനെ എടുക്കാൻ പറ്റുന്നത് കോമഡി ആയിട്ട്?
അല്ല, ഇതേ കുക്കു പരമേശ്വരൻ ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി മത്സരിക്കുകയാണ്. ആ കുക്കു മത്സരിക്കുന്നത് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയാണല്ലോ. അതായത് സ്ത്രീ നേതൃത്വം വരണം എന്നുള്ളതാണല്ലോ. അത് ശ്വേതയുണ്ട്, കുക്കു ഉണ്ട്, അൻസിബ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി മത്സരിക്കുമ്പോൾ യോഗ്യതയില്ല എന്നുള്ളതാണല്ലോ ഞാൻ പറഞ്ഞ മത്സരം. അവർ ആ ഒരു ഈ സംഘടന നയിക്കാനുള്ള യോഗ്യത അവർക്കുണ്ടോ എന്ന് ആലോചിക്കണം എന്നാണ് ഞാൻ അന്ന് ആദ്യത്തെ ബൈറ്റിൽ പറഞ്ഞത്. പക്ഷെ അപ്പോൾ മറ്റൊരു കാര്യം എതിർപക്ഷത്തു നിന്ന് വരും. കുക്കുവിനെ ഈ സമയം മോശക്കാരിയാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം എന്ന രീതിയിലും വരും. അങ്ങനെയും ഒരു ആരോപണം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആരോപണം ഉണ്ടാകും ഞാൻ മാത്രം അല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പറയുന്ന കാര്യമല്ലല്ലോ. ഇത് എത്ര പെണ്ണുങ്ങളുണ്ടായിരുന്നു, അതല്ലേ പൊന്നമ്മ ബാബു ഇന്നലെ പറഞ്ഞത്. അതിനകത്തുണ്ടായിരുന്ന ആൾക്കാർ ഓരോരുത്തരും ഉണ്ടല്ലോ. അവരടുത്ത് ഇതെങ്ങനെ ആരോപണമാകുന്നത്? ഇത് നടന്ന കാര്യമല്ലേ? ഇതിപ്പോൾ ഒരു ക്രിമിനൽ കുറ്റം പോലും ആവുന്ന കാര്യമാണല്ലോ. നിങ്ങളുടെ സമ്മതമില്ലാതെ ഇക്കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് അത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഒരാൾ അമ്മയുടെ തലപ്പത്തേക്ക് മത്സരിക്കുന്നു. അത് തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇതിനെന്തെങ്കിലും ഏറ്റവും അവസാനം ഇതിനുള്ള മറുപടി എന്തായിരുന്നു? ഇപ്പോൾ ഈ സമീപകാലത്ത് ഇങ്ങനെ ഒരു വിഷയം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായോ? അതോ ഈ പരസ്യമായിട്ട് വീഡിയോ ചെയ്തപ്പോഴാണോ വന്നത്? നിങ്ങളുടെ ഏതെങ്കിലും കമ്മിറ്റിയിൽ അവസാനം ഇക്കാര്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു മറുപടി കിട്ടിയത്? ഒറ്റ മറുപടി പോലും പറഞ്ഞില്ല. നമുക്ക് മത്സരത്തിൽ അന്ന് ഇലക്ഷൻ ആരൊക്കെയാണെന്ന് നോമിനേഷൻ കൊടുത്തിട്ടില്ല. നമ്മൾ വാട്സപ്പ് കൂട്ടായ്മ ഈ പെൺമക്കളുടെ ഉണ്ടാക്കി. അതിനകത്ത് ഈ പറഞ്ഞ എല്ലാവരും ഉണ്ട്, എല്ലാ വ്യക്തികളും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് അപ്പോ പെണ്ണുങ്ങൾ മാത്രം കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്ന കൂട്ടത്തില് പ്രിയങ്ക ഈ വിഷയം എടുത്തിട്ടു. ഓർമ്മയുണ്ടോ? നമ്മളെ അന്ന് വിളിച്ചതിന് എന്ത് ചെയ്തു എന്നിട്ട് കുറെ പേരുടെ അവസരങ്ങൾ പോയി എന്നുള്ള അവിടെ സംസാരിച്ച കുറെ പേരുടെ അവസരങ്ങൾ ഉള്ളതും കൂടെ ഇല്ലാണ്ടായി എന്നുള്ളതല്ലാതെ എന്ത് പരിഹാരമാണ് ഉണ്ടായതെന്ന് പ്രിയങ്ക പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്നോടാണ് പ്രിയങ്ക അത് എന്നെ പേര് വിളിച്ചിട്ടാണ് മെൻഷൻ ചെയ്തത്. ഞാനപ്പോ പറഞ്ഞു എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്, വരട്ടെ കുക്കു, വരട്ടെ പ്രിയ, നമുക്ക് ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നതെന്ന് നോക്കട്ടെ. ഇതൊക്കെ വോയിസ് അതിനകത്ത് കിടപ്പുണ്ട്. വരട്ടെ, നമുക്ക് സംസാരിക്കാം. ഇലക്ഷൻ വരുന്നതല്ലേ ഉള്ളൂ. അന്ന് ഡേറ്റും ഒന്നും ജനറൽ ബോഡി കഴിഞ്ഞ സമയത്തായിരുന്നു. അപ്പൊ ഇടവേള ബാബുവിന് ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നുള്ള സംശയമുണ്ടോ? ഇടവേള ബാബുവും ചേർന്നുള്ള ഒരു ഒത്തുകളിയായിരുന്നു എന്ന്? ഇടവേള ബാബുവിന്റെ അറിവോടുകൂടിയാണല്ലോ ഇന്ന് നടന്നത്. ഇടവേള ബാബു ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഹാളിൽ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വന്ന് ഞങ്ങൾക്കൊക്കെ കൈ തന്നിട്ടാണ് പോയത്. ഞങ്ങളെല്ലാം പോയി, അവരവിടെ വന്നു. ഈ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ ഒരാളോട്, മത്സരിച്ചു കഴിഞ്ഞാൽ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമെന്ന്. അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ? അറിയില്ല, ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ അമ്മയിലെ പെൺമക്കൾക്ക് വേണ്ടിയുള്ള ഒരു മത്സരമല്ല തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട് എങ്കിലും അവർ അമ്മയിലെ പെൺമക്കളുടെ പ്രതിനിധികളല്ല. അതാണോ ഉഷ? ഒരിക്കലും അല്ല. ശ്വേതാ മേനോനോ? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഇനി ഞാൻ അത് തന്നെ വീണ്ടും ആവർത്തിക്കാൻ ശ്വേത നിൽക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കയും ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഇതില്. ഈ കുക്കു പരമേശ്വരൻ നിൽക്കുന്നതിന്റെ ആശങ്കയും അവർ രണ്ടുപേരും നയിക്കാൻ യോഗ്യരാണോ എന്ന് അംഗങ്ങൾ ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ശരി, നടി ഉഷയാണ് പ്രതികരിച്ചത്. എന്തായാലും അമ്മയിൽ നടക്കുന്നത് നല്ല കാര്യങ്ങളല്ല. അവിടെ ഒരു മെമ്മറി കാർഡ് വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ്. അതേക്കുറിച്ചാണ് നടി ഉഷ പ്രതികരിച്ചത്. നേരത്തെ പൊന്നമ്മ ബാബുവും ഇതേക്കുറിച്ചുള്ള ആശങ്ക പറഞ്ഞിരുന്നു. കുക്കു പരമേശ്വരൻ നടിമാരെ ചതിക്കുകയാണ് ഉണ്ടായത് എന്നും അവരുടെ വീഡിയോ പകർത്തി അവരാർക്കൊക്കെ എതിരെയാണോ പരാതി പറഞ്ഞത് അവരെയും ഭീഷണിപ്പെടുത്തിയാണ് ഇപ്പോൾ അമ്മയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് മത്സരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. നടി ഉഷയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അതേസമയത്ത് തന്നെയാണ് സിനിമാ നയം രൂപീകരിക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കേരള ഫിലിം പോളിസി തിരുവനന്തപുരത്ത് ചേരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നയരൂപീകരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫിലിം കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. മോഹൻലാൽ പങ്കെടുക്കുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സുഹാസിനി തുടങ്ങിയവർ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. സിനിമാ സംഘടനകളുടെ KSFDCയുടെ തലവനായ കെ മധു പങ്കെടുക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രമുഖർ പങ്കെടുക്കുന്ന ഫിലിം കോൺക്ലേവിനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുന്നത്. നിയമസഭയിലെ ശങ്കരൻ നാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലാണ് ഫിലിം കോൺക്ലേവ് നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.